അങ്ങനെ നമ്മുടെ ഗ്രാമോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഗെയിം കുട്ടികൾക്കുള്ളത് കേട്ടോ. ആൾക്കാരെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റോടെ നോക്കി നിൽക്കാന്ന്. 2 ടീം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് പിള്ളേരെ. കുട്ടിപ്പട്ടാളത്തിൻ്റെ 2 ടീം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാടം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെക്കൂട്ടനാണ് ഇവരെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടീം, സെക്കൻഡ് ടീം, അങ്ങനെ 2 ടീംസേ ഉണ്ടായിട്ടോ കുട്ടികൾക്ക്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. ഫുട്ബോളാണ് അവർക്കുള്ള ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത്. ഫുട്ബോളായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം ഫുട്ബോൾ കുട്ടികൾക്കുള്ളത്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ കുട്ടികളെ ടീംസ് മനസ്സിലാക്കാൻ. 2 ആൾക്കാരുണ്ട്, ആരൊക്കെ ഏത് ടീമിലൊന്നും നമുക്ക് തിരിച്ചറിയുന്നില്ല. അപ്പോഴത്തേക്ക് ചെക്കോട്ടന് ഒരു ഐഡിയ വന്നു കേട്ടോ. നോക്കിയേ, ബനിയൻ ഇട്ടത് ഒരു ടീമും ബനിയൻ ഇടാതെ കളിക്കുന്നതും മറ്റേ ഓപ്പോസിറ്റ് ടീമുമായിട്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് 2 ടീംസിൻ്റെ ആരൊക്കെയാണ് ഏതൊക്കെ ടീംസിലെന്ന് മനസ്സിലാവുന്നുണ്ട്. അതൊരു നല്ലൊരു ഉപകാരമായിട്ടുണ്ടായിട്ടാ. അങ്ങനെ പിള്ളേർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിള്ളേർ കളിക്കുമ്പോൾ എനിക്കും കൊതിയായിട്ടാ. പക്ഷേ നമുക്കും വെക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ ഭയങ്കര ഒരു ത്വര. ചെടിയിൽ ഇറങ്ങാൻ ത്വര, അങ്ങനെ പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ കുട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനൊരു ഇപ്പുറത്തെ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡ് ഞാൻ ഓൾറെഡി ഒരു സൈഡ് സീറ്റ് സെറ്റാക്കി വെച്ചിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കണം, അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡ് ഉണ്ട്. അപ്പം ഞാൻ വീഡിയോവും പിന്നെ ഈ കുട്ടി എൻ്റെ മടിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ കളിക്കുമ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല, എത്ര സൈഡിലിരുന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് സേഫായിട്ട് ഇരുന്നിട്ടുണ്ടായിന്. വോയിസൊക്കെ ഡയറക്റ്റ് കൊടുത്തതായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ പാട്ട് വെച്ചതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഡയറക്റ്റ് ഡിലീറ്റ് ആക്കിയിട്ട് വേറെ തന്നെ വോയിസ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാട്ടിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും പിള്ളേർ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേ, പിള്ളേർ കളിക്കുമ്പോൾ നല്ല രസമുണ്ട് കളി കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങൾക്ക് ബെനക്കുന്ന ഭയങ്കര ക്ഷീണം പിടിക്കുന്നുണ്ട് അവർക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. പോരാത്തതിന് ഇറ്റാച്ചാന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാല് താഴുന്നുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെളിയിലെടുക്കാൻ. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ കാല് താണാൽ പിന്നെ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല രസവും ഉണ്ടായിരുന്നു. ഇതൊരു കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാട്ടോ. കുട്ടികളെ അമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായി. എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെ ഇപ്പോഴും ചെളിയിൽ ഇറങ്ങലില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര പേടിയും ഉണ്ടായിരുന്നു. അവർ 2-3 ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ടീം ഏത് ജയിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ ബനിയൻ ഇടാത്ത ടീംസാണ് ജയിച്ചിട്ടുണ്ടായിട്ട്. അവരിത്ര 2 ഗോളും മറ്റവർ 1 ഗോളാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് മറ്റേ ടീം ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇവരെ കളി കഴിഞ്ഞാൽ പിന്നെ ബോയ്സിനാണ് വെച്ചിട്ടുള്ളത്. ബോയ്സിൻ്റെ എന്ന് വെച്ചാൽ കുട്ടികളെ കഴിഞ്ഞാൽ ബോയ്സിന് വലിയവർക്കുള്ള ഗെയിംസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവർ കോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയ 2 ടീമുണ്ട്. ഇവരുടെ ടീം എനിക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിട്ടാട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ആരാന്ന് പോലും എനിക്ക് ആൾക്കാരറിയും, പക്ഷേ ആൾക്കാർ ഏത് ടീമിലെന്ന് പറയുന്നില്ല. പിന്നെ നമ്മളെ ധന്യയുടെ കുട്ടൻ കളിക്കാൻ വന്നിട്ടുണ്ട്. 7 ജേഴ്സി നമ്പർ 7 കുട്ടന്. അപ്പോൾ ഓൻ്റെ ടീംസിൽ ഏതെന്ന് 2-3 ആൾക്കാർ അങ്ങനെ നോക്കി വെച്ചിട്ടാണ് ഞാൻ ടീംസ് മനസ്സിലാക്കിക്കൊണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടായി ഏത് ടീമെന്ന് കളിക്കുന്നത്. എല്ലാം അപ്പുറപ്പുറമായിട്ട്. പിന്നെ ഒരു ഭയങ്കര റിസ്ക് കേട്ടോ ഇവരെ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ. അവർ ഒന്നും നോക്കുന്നില്ല, ഭയങ്കര ഈ സൈഡ് നിൽക്കുന്നവരെ മൊത്തം ചെളി തെറിച്ചിട്ട് ഈ കുട്ടികളെ നമ്മ ചെടി നാക്കുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ വേക്കും കുറേ വിട്ട തെറിച്ചിനായിരുന്നു. ഞാൻ സൈഡിൽ ഇരുന്നതുകൊണ്ട് തന്നെ. പക്ഷെ ഇവർ കളി കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ വേൾഡ് കപ്പിനെ പോലെ ഒന്നുമല്ല കേട്ടോ ചെളിയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നോട്. അവർ നല്ല രസമുണ്ട്. അവർക്ക് ഓൾറെഡി കളിച്ച് ശീലം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ കോർട്ടിലെല്ലാം കളിക്കുന്നുണ്ട്. നമ്മളെ പുഴേൻ്റെ ഇപ്പുറത്ത് കോർട്ടുണ്ട്, അവിടെ കളിക്കലുണ്ട് ഇവർ ഏകദേശം. അതുകൊണ്ട് ഇവർക്ക് ശീലം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. കളി കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വലിയവർക്ക് നമ്മളെ കുട്ടികൾ പെൺപട ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഉണ്ടായ ഗെയിം എന്ന് പറഞ്ഞാൽ റണ്ണിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ചെളിയിലൂടെ ഓട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഫോണ് ഏച്ചിക്ക് കൊടുത്തിട്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. വലിയ അഹങ്കാരത്തിൽ ചെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വലിയ അഹങ്കാരത്തിൽ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ കാല് വീണിട്ട് വീഴുമ്പോൾ ഒരു നാണം കിടയ്യോ ഞാൻ മാത്രം വീണത് നോക്കുമ്പോൾ എല്ലാവരും വീണിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആശ്വാസമോ ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഫുട്ബോൾ വെച്ചിട്ട് അതിന് പകരം ഹാൻഡ് ബോളാണ് വെച്ചത്. അടിപൊളിയായിട്ട് ഹാൻഡ് ബോൾ കളിക്കാൻ. ഞാൻ ഫസ്റ്റ് ടൈം ഹാൻഡ് ബോൾ കളിക്കുന്നത്. ഞങ്ങളെ ടീം ജയിച്ചു കേട്ടോ. നമ്മളെ ടീമിന് 5-5 പിന്നെ മറ്റേ ഇത് വെക്കുന്നത് ഇപ്പം അതിനെ പറയുന്നത് ഞങ്ങൾക്കത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. 5 ബോൾ നമുക്കും 5 ബോൾ അവർക്കും തരും. അതിൽ നമ്മൾ ജയിച്ചു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഈ ഗെയിം കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ക്ഷീണം പിടിച്ചെന്ന് ചോദിച്ചാൽ 1.5 രീതിയിൽ ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ
നമുക്ക് ചെളിയിൽ ഒന്നാമത് കളിച്ചിട്ട് ശീലമില്ല. പിന്നെ ഈ ഗെയിം പുറത്ത് കളിക്കുന്നതൊക്കെ നല്ല രസമുണ്ടാവും തോന്നില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ ഗെയിം ഫസ്റ്റ് ടൈം കളിക്കുന്നതാണെങ്കിലും. അങ്ങനെ അടിച്ചും പിടിയും അടിയും പിടിയും എല്ലാം ആയിട്ട് കാലൊക്കെ എൻ്റെ അമ്മയെ പറയണ്ട, ഒരു കല്ലൊക്കെ കുത്തിച്ച് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടെങ്കിലും അത് ആ ടീം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹരം ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതിലും 2 ടീംസാണ് ആക്കിയിട്ടുള്ളത്. 1-2 അങ്ങനെ ആക്കിയിട്ടാണ് 2 ടീം ആക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനും തന്നെ ഒരു ടീമായിരുന്നു കേട്ടോ. ഇതിൽ ഞങ്ങളെ വിന്നായത്, ഞങ്ങളെ ടീമാണ് വിന്നായിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഞാൻ, ധന്യ, അതുപോലെ തന്നെ ആതിര, രമ്യേച്ചി, പിന്നെ ആരിപ്പം ഉണ്ടായിട്ടു സാമ്പുവച്ചി, അങ്ങനെ കുറച്ച് 2-3 നമ്മൾ 7-8 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആൾക്കാരെ ഉള്ളവരെ വെച്ചിട്ടാണ് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ടീമിൻ്റെ ഫുൾ റൂൾസ് അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല, ഒരു ടീമിൽ എത്ര ആൾക്കാർ കളിക്കുന്നുണ്ട് അതിന് ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് കളിച്ചിന് കേട്ടോ. നല്ല രസമുണ്ടായിന് കളി കാണാൻ വേണ്ടിയിട്ട്. എന്തെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇതുപോലെ ചെളിയിലൊന്നും ഇറങ്ങാത്തവരല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശീലവും ഉണ്ടായത് തന്നെ നല്ല രസമുണ്ടായി. നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ കളിക്കണം എന്ന് പറഞ്ഞിട്ട്? കൊതിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളും വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ എനിക്ക് ഫുൾ വീഡിയോ എടുത്തുന്നത് ചുണ്ടിയേച്ചിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ചേച്ചിയോട് ഞാൻ പറഞ്ഞതാ നമ്മൾ കളിക്കാൻ പോകുന്നുണ്ട്, എനിക്ക് വീഡിയോസൊന്നും ശരി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിന് കേട്ടോ. പിന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തതിനായിരുന്നു. എങ്ങനെ ഒരു ബോൾ വരുമ്പോൾ 4-5 ആൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്നിച്ച് വീട്ടും ബോൾ ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഒന്നും നോക്കുന്നൊന്നുമില്ല, അത് കാൽവേദനയോ കൈവേദനയോ ഒന്നും നോക്കുന്നില്ല. അങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മളെ ടീം ഇട്ടാ ബോൾ പാസിംഗ് ഗെയിമാണ്, ജയിച്ചു. മറ്റേ ടീമിനെ കാണിച്ചു ഓപ്പോസിറ്റ് ടീം അവരായിരുന്നു. നേരത്തെ കണ്ട ഇങ്ങനെ ഉണ്ട് നോക്കിയാ. കുട്ടിപ്പട്ടാളെല്ലാം കളിക്കുന്നുണ്ട്, എല്ലാവരും അവിടെ നോക്കുന്നുണ്ട്. ഈ കുട്ടി കുട്ടൻ്റെ ഉണ്ട് കളിച്ചോണ്ട് എല്ലാവരും കോലമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമ്മളെ കോച്ചറാണ് സുസു. തന്നെ ക്ഷീണിച്ചു പോയി. നമ്മളെ വടംവലി ടീമോ ഒരു ടീം, നമ്മളെ ഒരു ടീം നേരത്തെ ടീം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അതിശക്തമായ വനിതാ ഗ്രാമോത്സവം ഇതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും ഈ പരിപാടി ഭംഗിയാക്കാൻ തന്നിട്ടുള്ള എല്ലാവരെയും നമ്മുടെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. മണ്ണായി പോന്നെ തെയ്യത്തിന്റെ പിടിച്ചതില്ല, അവര് പിടിച്ചിട്ടായിരുന്നു. 2 ടീം വാശിയേറിയ മത്സരം. ടീം ധന്യയുടെ കുട്ടനുണ്ട്, ധന്യയുടെ കുട്ടനുണ്ട്. മാമനാ സൈഡ് ബാക്കില്. മാമന്റെ നെക്സ്റ്റ് ടീം ഇവര്
ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കുറേ ടൈമായി 5 മിനിറ്റേക്കാൾ കൂടുതലായി ഇവർ തിരിച്ചെത്തുന്നുണ്ട്. അതുകൊണ്ട് ടീച്ചർ ഉണ്ടാക്കുന്നുണ്ട്. അവര് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അവസാനം കമ്പവലിയാണ് കേട്ടോ. ഫൈനലുണ്ട്. ഫൈനലിൽ കാണാം. അങ്ങനെ തോറ്റു. തോൽവി ഒരു വിജയത്തിന്റെ പാതയാണ്. നാടിപ്പോ ഫൈനൽ നടക്കുന്നുണ്ട്. ബോയ്സിന്റെ ഫൈനൽ നടക്കുന്നുണ്ട്. ഓളുണ്ട് അപ്പുറത്ത്. അതുകൊണ്ട് അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഓള് ക്ഷീണിച്ചാണ്. ഫൈനൽ അപ്പുറത്തെ കുട്ടനുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഈ വർഷത്തെ ഗ്രാമോത്സവം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കുള്ള പരിപാടി ലാസ്റ്റ് പരിപാടി പറഞ്ഞാൽ ഇവിടെ അതിന് നെല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടി നട്ട് കൊടുത്താൽ സെറ്റ്. ഗ്രാമോത്സവം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ലെവലാക്കുന്നുണ്ട്. എന്നിട്ട് നടുവും എല്ലാവരും കൂടി. അങ്ങനെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സമ്മാനം ഇനി ഞാറ് നടാൻ പോകുന്നുണ്ട്. ഞാറ് നടാൻ അങ്ങനെ നെല്ല് നടാൻ തുടങ്ങി. ഞാറ് നടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാറ് നടുമ്പോൾ പാട്ടും ഉണ്ട് കേട്ടോ. ഇവരെല്ലാം ഓടുന്നുണ്ട്. നേരത്തെ ഒന്നും ഇറങ്ങാത്തവരാണ്. ഇപ്പൊ നോക്കി ഞാറ് നടാൻ ഇൻട്രസ്റ്റിൽ പോകുന്നുണ്ട്. തുടങ്ങിക്കോ. ഞാറ് നട്ടിട്ട് വിടാം. ബാക്കിയുള്ളത് കാണാം കേട്ടോ. അപ്പൊ ഞാറ് നടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ ഉണ്ട് ചെയ്യാനായി. അപ്പൊ ഒരു നല്ല വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.